നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ആ കാര്യത്തെപ്പറ്റി? മാന്യമായ വസ്ത്രം ധരിച്ചു വേണം സഭയിൽ വരാനെന്ന്. സമ്പന്നമായ സഭകളിൽ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്: നിങ്ങളുടെ വീട്ടിലിടുന്ന വസ്ത്രങ്ങളും ഉറങ്ങിയ പടുതി എഴുന്നേറ്റ് വരരുത്, മാന്യമായ വസ്ത്രം ധരിക്കണം. എന്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. സഭയിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നാണ് ദൈവവചനത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 1 പത്രോസ് 5 ഈ വാക്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 1 പത്രോസ് 5:5 നിങ്ങൾക്ക് ധരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വസ്ത്രമാണിത്. ഒന്നാമത് പറയുന്നത് ഇളവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ വസ്ത്രം ധരിക്കണം. എന്താണ് ധരിക്കേണ്ടത്? താഴ്മ ധരിച്ചുകൊള്ളുകയും, ദൈവം മുമ്പാകെയും തമ്മിലും. അതുകൊണ്ട് സഭയിൽ വരുമ്പം നാം ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത്? എല്ലാവർക്കും ഒരുമിച്ച് പറയാം: താഴ്മ. ഒരിക്കൽ കൂടി, താഴ്മ. ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തോട് മാത്രമല്ല, ഇവിടെ എന്താണ് പറയുന്നത്? തമ്മിൽ. നിന്റെ ഭാര്യയോട് താഴ്മയുള്ളവനായിരിക്കാം, നിന്റെ ഭർത്താവിനോട്, ഇവിടെയുള്ള എല്ലാ സഹോദരി സഹോദരന്മാരോടും. അവർ ഒരുപക്ഷെ നിന്നെപ്പോലെ അല്ലായിരിക്കാം, ഒരുപക്ഷെ അവർ ദരിദ്രരായിരിക്കാം, അതുപോലുള്ള പല കാര്യങ്ങളും. അല്ലെങ്കിൽ നീ നഗ്നനാണ്. ഇന്ന് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് നിങ്ങളുമുള്ള ഒരാത്മാവോടുകൂടെയാണെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ നഗ്നനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ സഭയിൽ നഗ്നനായി വന്നിരിക്കുന്ന ഒരാളെ പോലെ നിങ്ങൾ ലജ്ജ കൊണ്ട് തല താഴ്ത്തണം. ഒരു സഭയിൽ ഒരാൾ നഗ്നനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവന് സുബോധമുണ്ടെങ്കിൽ അവൻ ലജ്ജിക്കും. സുബോധമുള്ള ആരും ചിന്തിക്കും, ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക, എപ്പോഴും നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം ഈ താഴ്മയുടെ വസ്ത്രമാണ്. ഞാൻ ചെയ്യാത്ത കാര്യമല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ പ്രസംഗിക്കാറില്ല. CFC ആരംഭിക്കുന്നതിന് മുമ്പ് 1975 ആ വർഷമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിറച്ചത്. അതിനു മുമ്പ് എനിക്ക് എന്നെപ്പറ്റി തന്നെ വലിയ പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അതിൻ്റെ ഒരു തെളിവിതായിരുന്നു, എനിക്ക് പാപത്തിന്മേൽ ജയമില്ലായിരുന്നു. പാപത്തിന്മേലുള്ള ജയമാണ് നീ താഴ്മ ധരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. കാരണം താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നുള്ളൂ. ഇതേ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. കൃപ നിങ്ങളുടെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എത്ര താഴ്മയുള്ളവനാണെന്ന് അറിയാനുള്ള നല്ല പരീക്ഷയാണിത്. സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ ഞാൻ മറ്റൊരു വാക്യം കൂടെ കാണിക്കാം. സെഫന്യാവ് എവിടെയാണെന്നറിയാമോ? പഴയ നിയമത്തിൻ്റെ പുറകിൽ നിന്ന് 4-ാമത്തെ പുസ്തകമാണ്. പഴയ നിയമത്തിൻ്റെ അവസാനം പോയി പുറകോട്ട് തിരിച്ചു നോക്കുക. അത് മലാക്കി, സക്കറിയാവ്, ഹഗായി, പിന്നെ സെഫന്യാവ്. സെഫന്യാവ് 2-ാം അധ്യായം 3-ാം വാക്യം. ഇത് ഇപ്പം തന്നെ ശരിയായ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ആളെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ താഴ്മ ധരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ശരിയായ വസ്ത്രം ധരിച്ചിരിക്കുന്നവർ സകല സൗമ്യന്മാരുമായുള്ളവർ കൂടുതൽ ന്യായവും താഴ്മയും അന്വേഷിപ്പീൻ. അതുകൊണ്ട് താഴ്മയുള്ളവരോടുള്ള ഉപദേശം എന്താണ്? കൂടുതൽ താഴ്മ അന്വേഷിക്കുക. ഇതുപോലാണത്. ലോകത്തിലെ സമ്പന്നർ അവർ കൂടുതൽ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും. കർത്താവിനോടൊപ്പം നിങ്ങൾ കൂടുതൽ നടക്കുമ്പം കൂടുതൽ താഴ്മ നിങ്ങൾ അന്വേഷിക്കുക. അതാണ് ആ വസ്ത്രം. ഇന്ന് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുകയില്ല. കാരണം ഞാൻ പ്രസംഗിച്ച് തീർത്ത ശേഷം
മറ്റാരോ കൂടെ ഒന്ന് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞ കാര്യം? ഈ വർഷത്തെ നമ്മുടെ ലക്ഷ്യം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? പുറകിൽ എഴുതിയിരിക്കുന്ന ഈ വാക്യം, മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കേണ്ടത് കർത്താവ് നിങ്ങളോട്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കരുണ കാണിച്ച പോലെ ആയിരിക്കണം. അതാണ് നമ്മുടെ ഈ വർഷത്തെ ലക്ഷ്യം. കർത്താവ് കരുണ കാണിച്ച പോലെ, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ കരുണയുള്ളവനാണെന്ന്. അത് പൂർണ്ണമാകുന്നത് കർത്താവ് നിങ്ങളോട് കരുണ കാണിച്ച പോലെ കരുണ കാണിക്കുമ്പോഴാണ്. ഞാനത് ധ്യാനിക്കാറുണ്ട്. ഞാൻ 64 വർഷമായൊരു വിശ്വാസിയാണ്. ഈ വർഷം 65 വർഷമാവും. എന്നാൽ ഇന്നും ഞാൻ ധ്യാനിക്കുന്ന കാര്യം, ഞാൻ എത്ര വലിയ പാപിയായിരുന്നു, കർത്താവ് എന്നോട് എത്ര കരുണ കാണിച്ചു. മറ്റുള്ളവരുടെ വീഴ്ച കാണുമ്പോഴും കുറവ് കാണുമ്പോഴും ഞാനത് ഓർക്കാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഈ വാക്യം ഓർക്കും, കർത്താവേ, നീ എന്നോട് എത്ര കരുണ കാണിച്ചു. ഞാൻ തോറ്റുപോവുകയും വീണുപോവുകയും ചെയ്തപ്പോൾ, അത് 50 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. ആ നാളുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല. CFC തുടങ്ങിയപ്പോൾ മുതൽ കർത്താവ് എന്നോട് കരുണയുള്ളവനായിരുന്നു. എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറി. പിന്നെ അത് മുകളിലേക്കുള്ളൊരു യാത്രയായിരുന്നു. കഴിഞ്ഞ 47 വർഷം ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. എന്നാൽ അതിനു മുമ്പ് അങ്ങനല്ലായിരുന്നു. ഞാൻ ഓർക്കുന്നു, അതിനു മുമ്പ് എനിക്കുണ്ടായിരുന്നത് ദൈവവചനവും യേശുവിൻ്റെ രക്തവുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ദൈവവചനം വായിക്കുമായിരുന്നു, ആ 16 കൊല്ലവും. പിന്നെ എനിക്ക് യേശുവിൻ്റെ രക്തം ഉണ്ടായിരുന്നു. വീഴും എഴുന്നേൽക്കും, വീഴും, ഇതായിരുന്നു എൻ്റെ ക്രിസ്തീയ ജീവിതം. പിന്നെ ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചു. മൂന്നാമത്തെ കാര്യം, ദൈവവചനം, യേശുവിൻ്റെ രക്തം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. നാലാമത്, എന്താണ് ശരിയായിട്ടുള്ള ക്രൂശിൻ്റെ വഴിയെന്ന് എന്നെ കാണിച്ചു. ക്രൂശിൻ്റെ വഴിയെന്ന് പറയുന്നത് സ്വയത്തിൻ്റെ മരണമാണെന്ന്. എന്നിട്ടും എൻ്റെ വിരലുകൾ പൂർണ്ണമായില്ല. ഒന്നുകൂടെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് ദൈവവചനമുണ്ട്, യേശുവിൻ്റെ രക്തമുണ്ട്, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു കാര്യം കൂടെ എനിക്ക് വേണമായിരുന്നു, ക്രിസ്തുവിൻ്റെ ശരീരം. അതാണ് സഭ. 1975 CFC തുടങ്ങിയപ്പം എനിക്ക് കിട്ടിയത് അതായിരുന്നു. അങ്ങനെ എൻ്റെ കൈകൾ പൂർണ്ണമായി. 2 വിരലുകൾ കൊണ്ട് പിടിക്കുന്നതിനേക്കാൾ പ്രയാസമില്ലാതെ 5 വിരലുകൾ കൊണ്ട് ഒരു കാര്യം പിടിക്കാൻ കഴിയും. 2 വിരലുകൾ കൊണ്ടും എനിക്ക് പിടിക്കാൻ കഴിയും, എന്നാൽ അത് മറ്റൊരാൾക്ക് എടുത്തു കളയാൻ കഴിയും. 5 വിരലുകൾ കൊണ്ട് ഞാൻ പിടിച്ചാൽ അത് പിടിച്ച് പറിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് 5 ഉണ്ടോ? ദൈവവചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് വായിക്കുന്നുണ്ടോ? എല്ലാ ദിവസവും അല്പസമയമാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കുക മാത്രമല്ല, നിങ്ങളുടെ കഴിഞ്ഞകാല പാപത്തെ പൂർണ്ണമായും മായ്ക്കുമെന്ന്. നിന്റെ പാപങ്ങളെ ഇനി ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല. എൻ്റെ വിശ്വാസം എൻ്റെ കഴിഞ്ഞകാല പാപം ദൈവം ഓർക്കുന്നില്ലെന്നാണ്. എനിക്ക് ഒരു കുറ്റബോധവുമില്ല. ഞാൻ വീണ്ടും ജനിച്ച ശേഷം ആദ്യകാലങ്ങളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ആ എല്ലാ പാപത്തെ പറ്റിയും. കാരണം കർത്താവ് പറഞ്ഞ് ഞാനത് ഓർക്കയില്ലെന്ന്.